പ്രതീക്ഷയുടെയും അതിജീവനത്തിന്റെയും കഥ പറയുന്ന ഈ സിനിമ അസാധ്യമായ സാഹചര്യങ്ങളിൽ പോലും പ്രതീക്ഷ കൈവിടാത്ത ഒരു കൂട്ടം ആളുകളുടെ കഥയാണ്. മംഗോളിയൻ മരുഭൂമിയിൽ എണ്ണ പരിവേഷണം പൂർത്തിയാക്കി തൊഴിലാളികളെയും വിമാനത്തിലെ ജോലിക്കാരെയും കൊണ്ടു പോവുകയായിരുന്ന ഒരു കാർഗോ വിമാനം ശക്തമായ മണൽക്കാറ്റിൽപ്പെട്ട് തകർന്നു വീഴുന്നിടത്താണ് സിനിമയുടെ തുടക്കം. വിമാനത്തിന്റെ പൈലറ്റായ ഫ്രാങ്ക് ടൗൺസ്, സഹപൈലറ്റ് AJ എന്നിവരും മറ്റു കുറച്ച് യാത്രക്കാരും മാത്രമാണ് ഈ അപകടത്തിൽ ജീവനോടെ അവശേഷിച്ചത്. അപകടം നടന്ന സ്ഥലത്തിനു ചുറ്റും ജനവാസമോ രക്ഷപ്പെടാനുള്ള ഒരു വഴിയോ ഉണ്ടായിരുന്നില്ല. മരുഭൂമിയുടെ നടുവിൽ പരിക്കേറ്റവരും ഭക്ഷ്യവസ്തുക്കളും വെള്ളവും തീരാറായ സ്ഥിതിയിൽ അവർ നിസ്സഹായരായി കുടുങ്ങി. രക്ഷാപ്രവർത്തകർ എത്താൻ സാധ്യതയില്ലെന്ന് പൈലറ്റായ ഫ്രാങ്ക് തിരിച്ചറിയുന്നു. അതുകൊണ്ട് അവരുടെ മുൻപിൽ 2 വഴികളാണുണ്ടായിരുന്നത്. ഒന്നുകിൽ രക്ഷാപ്രവർത്തനം പ്രതീക്ഷിച്ചിരിക്കുക, അല്ലെങ്കിൽ സ്വയം രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്തുക. ഈ സമയത്താണ് യാത്രക്കാരിൽ ഒരാളായ എലിയറ്റ് എന്ന എയർക്രാഫ്റ്റ് ഡിസൈനർ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. തകർന്ന വിമാനത്തിന്റെ ഭാഗങ്ങൾ ഉപയോഗിച്ച് ഫീനിക്സ് എന്ന പേരിൽ പുതിയൊരു വിമാനം ഉണ്ടാക്കി രക്ഷപ്പെടാം എന്നതായിരുന്നു ആ ആശയം. എന്നാൽ പൈലറ്റായ ഫ്രാങ്ക് ടൗൺസും മറ്റു പലരും ഈ ആശയത്തെ എതിർത്തു. കാരണം ഇത് അസാധ്യമായ ഒരു കാര്യമായി അവർക്ക് തോന്നി. ആളുകൾ തമ്മിൽ ഭിന്നതയുണ്ടായെങ്കിലും ജീവൻ നിലനിർത്താനുള്ള അവസാന ശ്രമമെന്ന നിലയിൽ അവർ എലിയറ്റിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ നിർബന്ധിതരായി. ഈ ശ്രമത്തിനിടയിൽ അവർ നിരവധി വെല്ലുവിളികൾ നേരിട്ടു. കനത്ത ചൂട്, മണൽക്കാറ്റ്, ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ക്ഷാമം, വിമാനഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. ഈ പ്രയാസങ്ങൾക്കിടയിൽ അവർ മറ്റൊരു സത്യം മനസ്സിലാക്കുന്നു. എലിയറ്റ് യഥാർത്ഥത്തിൽ ഒരു വിമാന എഞ്ചിനീയർ അല്ല, മറിച്ച് വിമാനങ്ങളുടെ രൂപകൽപ്പന പഠിക്കുന്ന ഒരു സാധാരണ വിദ്യാർത്ഥി മാത്രമാണെന്ന് അവർ തിരിച്ചറിയുന്നു. ഇത് എല്ലാവരുടെയും പ്രതീക്ഷയെ തകർക്കുന്നു. എങ്കിലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവർ ജോലി തുടരാൻ തീരുമാനിച്ചു. അവസാനം അവരുടെ കഠിനാധ്വാനത്തിലൂടെ ഫീനിക്സ് എന്ന വിമാനം പൂർത്തിയാക്കി. പറത്താൻ ശ്രമിക്കുമ്പോൾ അതിലെ എല്ലാ എഞ്ചിനുകളും പ്രവർത്തിപ്പിക്കാൻ അവർ പാടുപെടുന്നു. ഈ ശ്രമത്തിനിടയിൽ ഒരുപാട് അപകടങ്ങളുണ്ടാകുന്നു. ഫ്രാങ്ക് ടൗൺസ് എന്ന പൈലറ്റിന്റെ മനസാന്നിധ്യവും ധൈര്യവും ഈ സാഹചര്യത്തിൽ വളരെ നിർണായകമായി മാറുന്നു. എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് അവർ ആ വിമാനം പറത്താൻ ശ്രമിക്കുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു. ഫ്ലൈറ്റ് ഓഫ് ദ ഫീനിക്സ് അതിജീവനത്തിന്റെയും മനുഷ്യന്റെ മനക്കരുത്തിന്റെയും കഥയാണ്. അസാധ്യമായ സാഹചര്യങ്ങളിൽ പോലും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ടു പോകാൻ ഈ സിനിമ പ്രചോദനം നൽകുന്നു.